BJP ഏതായാലും കേരളം പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിനുള്ള വർക്ക് വേറെ വരും. അത് ഈ വർക്ക് പോരാ. അത് അമിത്ഷാ നേരിട്ട് വന്നിട്ട് ചെയ്യേണ്ട. ഇവർ വിചാരിച്ചാൽ നടക്കും. BJP എന്നൊക്കെ പറഞ്ഞ് വർഗീയ കക്ഷി എന്നൊക്കെ ആൾക്കാർ കേട്ട് അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ മൂർച്ച പോയി. BJP സാധാരണ എല്ലാ പാർട്ടിയും പോലെ ഒരു പാർട്ടി, ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു കോൺഗ്രസ് പാർട്ടി. നമ്മൾ മുസ്ലിം ലീഗിന് മുസ്ലിം കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ ഹിന്ദു കോൺഗ്രസ് ആണ് BJP. അത്രേ ഉള്ളൂ. പണ്ട് CPM-കാരത്തിരുന്ന് അതേ ഗുണ്ടായിസ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സുകാരെടുത്തു. അവിടെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ഒരുപക്ഷെ BJP കൂട്ടി. കാരണം വിജയെ പോലൊരാൾക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഹിക്കുമത്ത് മനസ്സിലാവില്ല, അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ അദ്ദേഹത്തിന് കൂട്ടി. പക്ഷേ എന്ന് വെച്ചാൽ ഈ സംഗതി ഭിന്നിക്കും. ഈ പയ്യത്തിന്ന പനയം തിന്നെന്ന് പറയില്ലേ, അത് നന്നായിട്ട് പഠിച്ചവരാണ് BJP-ക്കാർ. നമ്മൾ ഈ ഇലക്ഷൻ അല്ല നോക്കുന്നത്. 2026 ഇലക്ഷൻ തമിഴ്നാട്ടിൽ അവർക്ക് ഒരു താല്പര്യമുള്ള കാര്യമല്ല. അവർക്ക് താല്പര്യം 2031 അല്ലെങ്കിൽ 36 ഇലക്ഷൻ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലേക്ക് ഉറ്റുനോക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. BJP-യുടെ വളർച്ച. അത് ഇതുവരെ അവർക്ക് കാലുകുത്താൻ ഇടം ലഭിക്കാതിരുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പശ്ചിമ ബംഗാളിൽ അവർ അധികാരത്തിലെത്തിയേക്കും എന്നുള്ള സൂചനകൾ എക്സിറ്റ് പോൾ റിസൾട്ടുകളിലൂടെ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഓർക്കുക, അവിടെ അവർക്ക് ഒരു പ്രവർത്തകനെ പോലും കണ്ടുകിട്ടാനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു വളർച്ച. അവിടെ പതിറ്റാണ്ടുകൾ തുടർഭരണം നടത്തിയ CPM-ന് 1-2 സീറ്റിൽ ഒതുങ്ങിപ്പോകേണ്ടുന്ന അവസ്ഥ പോലും വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ BJP വളർച്ച. മറ്റൊന്ന്, തമിഴ്നാട്ടിലും അവരുടെ പ്രഭാവം ചില്ലറയല്ല. അങ്ങനെ കേരളത്തിൽ കാര്യവും നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. കേരളത്തിൽ നിലവിൽ 30 സീറ്റുകളിൽ ത്രികോണ മത്സരത്തിന് വേദി ഒരുക്കുവാൻ BJP-ക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ചില്ലറക്കാര്യവുമല്ല. പരിശോധിക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് സഹായകമായത്. BJP-യുടെ ഭാവി വളർച്ച എത്രത്തോളം വേഗത്തിലായിരിക്കും, അവരുടെ സ്ട്രാറ്റജിയുടെ ശരിതെറ്റുകൾ. നമ്മോടൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. എക്സിറ്റ് പോൾ റിസൾട്ടുകൾ നമ്മളെല്ലാവരും കണ്ടു. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു. കേരളത്തിൽ 3 മുതൽ 7 സീറ്റ് വരെ BJP-ക്ക് ലഭിച്ചേക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കൂടുതലായി വന്നിട്ടുള്ളത്. ചിലതിൽ 11-15 ഒക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ 1-2 എണ്ണത്തിൽ. എങ്കിലും BJP ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫോഴ്സായി കേരളത്തിൽ മാറിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. BJP-യുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളെക്കുറിച്ചുള്ള ചർച്ച. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP അല്ല, BJP-യുടെ പൂർവ്വരൂപമായിരുന്ന ഭാരതീയ ജനസംഘം മുതൽക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഈ ജനസംഘത്തിൻ്റെ ഏതാനും പ്രവർത്തകരുണ്ട്. മിക്കവാറും ഒക്കെ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഈ ചില അമ്പലവാസികളും അതുപോലെ നായർ സമുദായത്തിൽ തന്നെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആളുകൾ, സമ്പന്നരും പ്രമാണികളുമായിട്ടുള്ള ആളുകളൊക്കെ കോൺഗ്രസ്സുകാർ, സാധാരണക്കാരൊക്കെ CPM-കാർ. അതിൽ ദരിദ്രരായ ആളുകളാണ് ഈ ജനസംഘത്തിൽ പണ്ടുണ്ടായിരുന്നത്. കാരണം ജനസംഘം ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല. പക്ഷെ കുറച്ച് പ്രവർത്തകരുണ്ട്, സമീപ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ തീവ്ര ഹിന്ദുത്വ വികാരം, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്നുള്ള തോന്നലിൽ നിന്ന്, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന്, അല്ലെങ്കിൽ RSS പ്രത്യയശാസ്ത്രം വ്യാപിച്ചതിൽ നിന്ന് ഇതിൽ ആകൃഷ്ടരായി വന്നവരാണ്. പിന്നീട് 1977 ജനസംഘം ജനതാ പാർട്ടിയിലേക്ക്, അത് പിന്നീട് 1980 ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് പുറത്തു വരും. അപ്പോൾ കുറച്ച് ആളുകളും കൂടി മുമ്പ് ഇല്ലാതിരുന്ന രീതിയിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. അത് ജനസംഘം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും RSS-ൻ്റെ ഒരു വകഭേദമായിരുന്നെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ട് വന്നു. അന്നത്തെ ഇവരുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം ഇപ്പോൾ BJP-ക്കാർക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം, ഗാന്ധിയൻ സോഷ്യലിസം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇങ്ങനെ 5 ഐറ്റംസ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു BJP നേതാവിനോട് ഈ 1980 BJP-യുടെ മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു വെച്ചാൽ അവർക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. കാരണം അത് എല്ലാവരും മറന്നുപോയി. അന്ന് വാജ്പേയിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് സിക്കന്ദർ ഭക്ത് പിന്നീട് കേരളത്തിൽ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ നടത്തി മരിച്ചുപോയത് AK ആന്റണിയുടെ സമയത്ത്. അതുപോലെ പഴയ
ബോംബെ ചീഫ് ജസ്റ്റിസും പിന്നീട് ഈ കേന്ദ്രമന്ത്രിമായിരുന്നു MC ചഗ്ല. ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് അതിൻ്റെ അകത്ത് ചേർന്നു. തിരുവനന്തപുരത്ത് ഡോക്ടർ റേച്ചൽ മത്തായി, പിന്നെ നമ്മുടെ കോട്ടയത്തെ പ്രൊഫസർ OM മാത്യു, പിന്നെ പെരുമ്പാവൂർ ഒരു VR റഹ്മാൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവരൊക്കെ ആദ്യകാലത്ത് BJPയിൽ ചേർന്ന അഹൈന്ദവരാണ്. ഞാൻ അവർ ചേരാൻ പാടില്ല എന്നുള്ള അർത്ഥമില്ല. മതേതരത്വം എന്നൊരു വാക്കടക്കമുണ്ട്. മാത്രമല്ല BJPയുടെ ഈ കൊടികിട നിറം തന്നെ കിടന്നില്ല. മുകളിൽ കാവ്യയും അടിയിൽ പച്ചയുമാണ്. പച്ച എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് ഗാന്ധിയൻ സോഷ്യലിസം വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നമായി. കാരണം ഗാന്ധിയെ കൊന്നവരാണ് BJPക്കാർ. അവർ പിന്നെ എന്ത് ഗാന്ധിയൻ സോഷ്യലിസം, ഈ ഗാന്ധിയെ ഇഷ്ടമല്ലാത്തവരാണ്. സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഗാന്ധിജിയെ ദൂഷിക്കുന്നവരാണ് മിക്കവാറും RSSകാർ. എല്ലാവരും അല്ലെങ്കിൽ 90% പേരും ഗാന്ധിയോട് വളരെ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷേ ഗാന്ധിയൻ സോഷ്യലിസം ഒരു തെരഞ്ഞെടുപ്പ് ലാക്കാക്കി, അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി സ്വീകരിച്ചാണ്. എന്താ ഗാന്ധിയൻ സോഷ്യലിസം ചോദിച്ചാൽ അത് തന്നെ ഒരു ചോദ്യമാണ്. അന്ന് തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം പിന്നെ പോട്ടെ. ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ദീൻദയാൽ ഉപാധ്യായയുടെ ഏകാത്മക മാനവവാദമാണ് എടുക്കേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമുള്ളവർ ആ പാർട്ടിക്കകത്ത് തന്നെയാണ്. അപ്പോൾ ഇത് പഴയ ജനസംഘത്തിൽ നിന്ന് പുതിയ BJPയിലേക്ക് ഒരു മേക്ക് ഓവർ നടത്താനാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വിജയിച്ചില്ല. കാരണം വാജ്പേയിയുടെ സമയത്ത് തന്നെ ഇത് വിജയിക്കില്ല എന്നുള്ള ഉറപ്പായി. 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്ന് ഇന്ദിരാഗാന്ധി ഭരിച്ച് ഒരു തീവ്ര ഹിന്ദു വികാരം കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായി. സ്വാഭാവികമായിട്ടും BJPക്ക് രക്ഷയിട്ടില്ല. കാരണം കോൺഗ്രസിനോട് മത്സരിച്ച് BJPക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ തീവ്ര ഹിന്ദു വികാരം കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുകയും BJP 2 സീറ്റിൽ ഒതുങ്ങിപ്പോയി. സത്യത്തിൽ BJP 2 സീറ്റിൽ ഒതുങ്ങേണ്ട പാർട്ടിയല്ല. പക്ഷേ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് BJPക്ക് 88 89 ആയപ്പോഴത്തേക്ക് 88 സീറ്റ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം കേട്ടില്ലേ. അത് രണ്ടും ശരിയായ അർത്ഥത്തിൽ ശരിയല്ല. ശരിക്കും BJPക്ക് ഒരു 10-15 സീറ്റ് അന്ന് കിട്ടാൻ വരും. 1989 ആയപ്പോഴത്തേക്കും BJPയുടെ സീറ്റുകൾ 88 വളർന്നു. അതൊക്കെ നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത് 100-ൽ അധികമായിട്ട് വർദ്ധിച്ചു. പിന്നീട് പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറി. പിന്നെ വാജ്പേയിയുടെ 3 മന്ത്രിസഭകളുണ്ടായി. അപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനേ പറ്റുന്നുള്ളൂ. കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല. പിന്നെ 10 കൊല്ലം അവർ പ്രതിപക്ഷത്തിൽ നിന്നു. 2014 കേവല ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ചു. 2019 ഉയർന്ന ഭൂരിപക്ഷത്തോടെ അത് നിലനിർത്തി. 2024 ഭൂരിപക്ഷം അല്പം കുറഞ്ഞെങ്കിലും ഭരണം തുടരുകയാണ്. ഇപ്പോഴും ഇന്നത്തെ നിലയ്ക്ക് BJP ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇത് ദേശീയ രാഷ്ട്രീയത്തിലെ കാര്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ BJPക്ക് യാതൊരു തരത്തിലും ചവിട്ട് കിട്ടാതിരുന്ന ചില സംസ്ഥാനങ്ങൾ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അവർ പ്രധാനപ്പെട്ട 4ാമത്തെ പാർട്ടിയാണ്. അതായത് കോൺഗ്രസും NCPയും ശിവസേനയും കഴിഞ്ഞ് 4ാമത്തെ പാർട്ടി. പിന്നെ അവർ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കും എന്ന നിലയിലെത്തി. ശിവസേനയെ പോലും പിന്തള്ളി. അതേപോലെ ഒറീസ, ഇപ്പം നമ്മൾ ഒഡീഷ എന്ന് വിളിക്കുന്ന സംസ്ഥാനം, അവിടെയൊക്കെ BJPക്ക് പഞ്ചായത്ത് മെമ്പർമാർ പോലും ഉണ്ടായിരുന്നില്ല എത്രയോ കൊല്ലം. അവിടെ ബിജു പട്നായിക്ക് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നു, ബിജു ജനതാദൾ ഉണ്ടാക്കി. ഇപ്പോൾ അവരുമായിട്ട് സഹകരിച്ചാണ് ഇവർ വന്നത്. പശ്ചിമ ബംഗാളിൽ യാതൊരു മേൽവിലാസവും ഇല്ലാത്ത സ്ഥലമായിരുന്നു. പശ്ചിമ ബംഗാളിലാണ് സത്യത്തിൽ ഇവരുടെ പാർട്ടി ഉദിച്ചുയർന്നത്. അതായത് ജനസംഘത്തിൻ്റെ സ്ഥാപകനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിയായിരുന്നു. പക്ഷേ മുഖർജിയുടെ കാലശേഷം അവിടെ ഈ പാർട്ടി ദയനീയമായിരുന്നു, തീരെയില്ലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേര് വിരലുണ്ടാവുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് വീണ്ടും ഒരു മേൽക്കൈ കിട്ടിയെന്നിരുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ കൗതുകരമായിട്ട് തോന്നും. ഈ 1998 കൽക്കട്ടയിൽ വെച്ച് AICC നടന്നു. ഒരുപാട് കൊല്ലത്തിന് ശേഷം AICCയുടെ സമ്പൂർണ്ണ സമ്മേളനം നടന്നായിരുന്നു 98. സീതാറാം കേസരിയാണെന്ന് AICC പ്രസിഡന്റ്. അദ്ദേഹം AICC യോഗം നടക്കുമ്പോൾ അവിടെ സംഘാടകർ മമതാ ബാനർജിക്ക് ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലും കൊടുത്തില്ല. അതിൽ ഇവർ വളരെ പ്രകോപിതരാകുകയും അവർ പാർട്ടി പുലർത്തി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസ് സാക്ഷാൽ കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്ത് മത്സരിക്കുമെന്നാണ് സോണിയാഗാന്ധി അടക്കം വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ മമതാ ബാനർജി BJPയുമായിട്ട് സഖ്യം ചെയ്ത് മത്സരിച്ചു. അങ്ങനെയാണ് BJPക്ക് ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടാകുന്നത്. അത് ഡം മണ്ഡലത്തിലാണ്. തപൻ സിക്ദാർ, അദ്ദേഹമാണ് ആദ്യത്തെ BJP MP. അവർ തൃണമൂൽ കോൺഗ്രസിനും 7-8 സീറ്റുകൾ കിട്ടി. അവർ മുന്നണിയായിട്ട് കുറച്ച് നാൾ പ്രവർത്തിച്ചു. പിന്നീട് മമതാ ബാനർജി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മമതാ ബാനർജി അതിനൊക്കെ പിഴ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് BJPയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നവീൻ പട്നായിക്കാണ് കൂട്ടുന്നത് ഒഡീഷയിൽ.
ഇപ്പോൾ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയെ മലത്തി അടിച്ച് BJP അവിടെ അധികാരം പിടിച്ചു. മമതാ ബാനർജിയെ മലത്തി ഇത് പിടിക്കുന്നു. ഇനി ആസാമിലെ കാര്യം നോക്കുക. ആസാമിൽ BJPക്ക് അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഒരു MLA പോയിട്ട് മുനിസിപ്പൽ കൗൺസിലർ പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ അവരെങ്ങനെ അധികാരം പിടിച്ചു? അവർ അസം ഗണപരിഷത്തിൻ്റെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് അടുത്ത സ്റ്റേജിൽ അവർ അസം ഗണപരിഷത്തിനെ വിഴുകി. ഇപ്പോൾ ഗണപരിഷത്ത് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടോയെന്നറിയില്ല. അതിന് കൊടിയോ ചിഹ്നമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ആളില്ല, പ്രവർത്തകരില്ല. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ ഗോവയിൽ നടന്നത്. ഗോവയിൽ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി നടന്നു, MGP, മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി. ആ പാർട്ടിയുമായിട്ട് ഇവർ സഖ്യം ചേരുകയും പിന്നീട് ആ പാർട്ടിയെ ഇവർ പൂർണ്ണമായിട്ടും അങ്ങോട്ട് എന്താണ് അതിന് വിഴുങ്ങിയെന്ന് പറഞ്ഞു, അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞൊന്നറിയില്ല. ആ രീതി കർണാടകത്തിലായിരിക്കും BJP ആദ്യം തെക്കേ ഇന്ത്യയിൽ അധികാരം പിടിക്കാൻ നമുക്ക് പണ്ടേ അറിയാമായിരുന്നു. കാരണം 1984 മുതൽക്ക് അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കർണാടകത്തിൽ, മംഗലാപുർ, ഉടുപ്പി പ്രദേശത്ത്. എന്നാൽ ഒരു 16 സീറ്റോ മറ്റോ ഒറ്റയ്ക്ക് കിട്ടി. പിന്നെ ആ സീറ്റ് പോയി, പിന്നെ തിരിച്ച് കിട്ടി. ഘട്ടം ഘട്ടമായിട്ട് അവർ അധികാരത്തിൽ. അപ്പം ഇങ്ങനെ BJPക്ക് ക്ലച്ച് കിട്ടാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കേരളം, ഈ പ്രദേശമാണ്. അത് തെക്കേ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പൊതുവേ പറയാം. തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും വിന്ധ്യപർവ്വതത്തിന് തെക്കോട്ട് തെക്കേ ഇന്ത്യയാണ്. മഹാരാഷ്ട്ര, ഗോവ ഒക്കെ ഇതിനകത്ത് വരും. എങ്കിലും തെക്കേ ഇന്ത്യയുടെ ഒരു കോർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പഴയ ആന്ധ്രാപ്രദേശ്, ഇപ്പോഴത്തെ ആന്ധ്ര, തെലുങ്കാന, പിന്നെ തമിഴ്നാട്, കേരളം, കർണാടകത്തിൽ അവർ വളരെ ശക്തിയായിട്ട് വന്നു കഴിഞ്ഞു. പല പ്രാവശ്യം ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു, ഇനിയും അധികാരത്തിൽ വരാം. തെലുങ്കാനയെ അവർ കൃത്യമായിട്ട് നോട്ടം വെച്ചിട്ടുണ്ട്. അതിനുവേണ്ട പല പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. പാർലമെൻറ്റിലേക്ക് തെലുങ്കാനയിൽ നിന്ന് BJPക്കാർ ജയിക്കുന്നുണ്ട്. നിയമസഭയിലേക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം തെലുങ്കാന പിടിക്കണം എന്ന കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് അവർ തുനിഞ്ഞിറങ്ങിയാൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. തമിഴ്നാട് അവർക്ക് ഇപ്പോഴും ബാലികാറ മലയിട്ട് നിൽക്കണം. പല പയറ്റുകളും അവർ പയറ്റുന്നുണ്ട്. അണ്ണാമല അടക്കം അവർ കൊണ്ടുപോകും. അണ്ണാമലയെ മാറ്റി വേറെ ആളെ കൊണ്ടുപോകും. പിന്നെ ഖുഷ്ബുവിനെ പോലുള്ള ചില സിനിമാ നടികളൊക്കെ ഇതിനകത്ത് പോകും. പഴയ സിനിമാ നടൻ MN നമ്പ്യാരുടെ മകൻ വന്നു. ഇങ്ങനെ കുറേ ആളുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവിടെ ഇത് ഫലപ്രദമായിട്ടില്ല. കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയം ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൻ്റെ നേർ വിപരീതമാണ്. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ കേരളത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തിലെ സ്ഥിതി വേറൊരു രീതിയിൽ വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മൊത്തം ജനസംഖ്യയുടെ ഒരു 45% എന്ന് പറയുന്നത്, 45 അല്ല അതിൽ കൂടുതൽ, 50% താഴെ ന്യൂനപക്ഷ സമുദായക്കാരാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, മുസ്ലിം. ഈ മുസ്ലിം ഏതാണ്ട് 29-30% അതിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് ഇന്നത്തെ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ 30% കഴിഞ്ഞിട്ടാണ് അവരുടെ തുടങ്ങുന്നത്. പിന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ ഇവർ പല വേലകളും പയറ്റുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ പരിധി വരെയൊക്കെ വിജയിച്ചു, തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിൽ ഇവർക്ക് വോട്ട് കിട്ടി. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാര്യമായിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വിജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി വല്ല മണ്ഡലങ്ങളിലൊക്കെ ചില വോട്ടുകൾ കിട്ടുമെന്നറിയില്ല. പക്ഷേ പൊതുവേ കിട്ടിയിട്ടില്ല. പിന്നെ അവർക്ക് ചെയ്യാവുന്നത് എന്താണ്? ഈ ഹിന്ദുക്കളിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ തന്നെ ബഹുഭൂരിപക്ഷം പേരും CPM-ലും CPI-ലും മറ്റ് ഇടതുപക്ഷ പാർട്ടികളിലും കുറേ പേര് കോൺഗ്രസ്സിലാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല കേരളം 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിൽക്കണം. ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് UDF. ഈ രണ്ടിൽ BJPയെ പെടുത്തുകയില്ല. അപ്പോൾ BJP അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഈ ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേർന്നെങ്കിൽ BJPക്ക് പണ്ടേ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു, MLA-മാരൊക്കെ ഉണ്ടായിരുന്നു. 2 സ്ഥലത്ത് ചേരാത്തുണ്ട്, ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് വരണം. അല്ലെങ്കിൽ പിന്നെ അവർ സ്വന്തമായിട്ട് ഒരു കൂടുതൽ ഘടകകക്ഷികളെയൊക്കെ കൂട്ടി ഒഴിപ്പിച്ച് സ്വന്തം ഒരു മുന്നണി ഉണ്ടാക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. BJP ഒറ്റക്കല്ല, അവരുടെ NDA സഖ്യത്തിൽ പല പാർട്ടികളുമുണ്ട്. അതിൽ പ്രധാനം BDJS ആണ്. ആ BDJS ഉണ്ടായതിനു ശേഷമാണ് സത്യത്തിൽ ഈ ഈഴവരാതി പിന്നാക്ക സമുദായക്കാരുടെ ഇടയിലേക്ക് BJPക്ക് കടന്നു കയറാൻ പറ്റിയത്. മുമ്പ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ഈഴവ സമുദായത്തിലെ സമ്പന്നരായ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വോട്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ BJPയുടെ വരുതിയിലേക്ക് വന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ കോൺഗ്രസ്സുകാരായിട്ട് മത്സരിക്കുന്ന ആ ഈഴവർ ജയിക്കാത്തത്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ. അങ്ങ് അടൂർ പ്രകാശ് കഴിഞ്ഞാൽ പിന്നെ K ബാബുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചിറ്റൂര് അച്യുതനാണ്. അതിനിടയ്ക്ക് ആരും ജയിക്കുന്നില്ല. അത് കഴിഞ്ഞാലും ആരും ജയിക്കുന്നില്ല. അപ്പം ഇങ്ങനെ വന്നതിൻ്റെ കാരണം ഇതാണ്. ഈ വിഭാഗക്കാരുടെ വോട്ട് മുഴുവനും ഒന്നുകിൽ CPM-ലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് പോകും. ഇതാണ് ഒരു ഘടകം. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നേറ്റം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2020 പോലെയുള്ള ചെറിയ ചില പാർട്ടികൾ അവരുമായിട്ടൊക്കെ സഖ്യം ചെയ്ത് പരമാവധി കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തി അവർ മത്സരിക്കും. പിന്നെ BJPക്ക് ഇപ്പോൾ ഒരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ പണമുണ്ട്. പൈസയ്ക്ക് യാതൊരു ക്ഷാമമില്ല. കോൺഗ്രസിനേക്കാളും CPM-നേക്കാളൊക്കെ പണം ചെലവഴിക്കാൻ യാതൊരു മടിയില്ല.
അത് ഒരു ഘടകമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാം. ഈ BJP സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ള ഡിവിഷനുകളിൽ, വാർഡുകളിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടി ചിലവാക്കുന്ന പണം കണ്ടിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. പോസ്റ്ററുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, മറ്റു സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുള്ള പ്രചാരണം, സ്ക്വാഡ് വർക്ക്. എൻ്റെ വീട്ടിലിരിക്കുന്ന വാർഡിൽ കഴിഞ്ഞ 3 തവണയായിട്ട് BJP ആണ് ജയിക്കുന്നത്. ഒരു മാർസിസ്റ്റുകാരുടെ വലിയ കോട്ടയാണ്. ഓരോ തവണ അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ക്വാഡ് വർക്ക് നമ്മൾ പേടിച്ചു. ഒരു വലിയ ജനസഞ്ചയമാണ് നമ്മുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്നത്. 80 പേരൊക്കെ വോട്ട് ചോദിച്ചു വരുന്നത്. നമ്മുടെ വീട്ടിലും മുറ്റത്തും ഇടവഴിയിൽ കൂടി നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതാണ് സ്ക്വാഡ് വർക്കിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഗാംഭീര്യം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മറ്റ് എതിർ സ്ഥാനാർത്ഥികളൊക്കെ ഗ്യാസും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വെറുതെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാണ്ട് MLA കോൺഗ്രസ്സുകാരന്. അദ്ദേഹം നമ്മുടെ അടുത്ത വാർഡിൽ നിന്നല്ല, അതിൻ്റെ അടുത്ത വാർഡിലുമല്ല, അതിൻ്റെ അപ്പുറത്തെ വാർഡിൽ നിന്ന് തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല കൈപ്പത്തിയിൽ മത്സരിക്കാൻ, അതിൻ്റെ അടുത്ത വാർഡിൽ കിട്ടുന്നില്ല, അതിൻ്റെയും പിന്നത്തെ വാർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ, ഒരു സ്ത്രീയെ കൊണ്ടുവന്ന്, സ്ത്രീ പറഞ്ഞത് വനിതാ സംവരണം, കൈപ്പത്തി അടയാളത്തിന് മത്സരിക്കുക. തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന, അവർക്ക് തൊഴിലുറപ്പിന് പോകുന്ന പൈസ ആയിരിക്കും മിക്കവാറും പുള്ളി കൊടുത്തിട്ടുണ്ടാവുക. അവർ മത്സരിക്കുകയാണ്. അവർക്ക് ഏതാണ്ട് 15, 20, 25 വോട്ട് കിട്ടി. 25 വോട്ട് കിട്ടിയെന്നുള്ള വലിയ അത്ഭുതമാണ്. കാരണം എന്ന് വെച്ചാൽ അതാണ് സ്ഥിതി. അപ്പോൾ ഈ രീതിയിലേക്ക് BJPക്ക് വളർച്ച ഉണ്ടായി. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. ഭരിക്കുന്നത് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് BJP, 3ാം സ്ഥാനത്ത് CPM കാലാകാലങ്ങൾ ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അടുത്ത തവണ ഞങ്ങൾ പഞ്ചായത്ത് പിടിക്കും എന്നാണ് BJPക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിടിക്കോ പിടിക്കില്ല എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ അവർ മുന്നേറുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർക്കുണ്ടായ മേന്മ നമുക്കറിയാം. ആറ്റിങ്ങലിൽ കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. തിരുവനന്തപുരം പോലെ അല്ല ആറ്റിങ്ങൽ, അതിൻ്റെ ഡെമോഗ്രാഫി വ്യത്യാസമുണ്ട്. അതെ. ആറ്റിങ്ങലിൽ V. മുരളീധരൻ നടത്തിയ മുന്നേറ്റം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റം, ഇത് പറയത്തക്ക ഘടകകക്ഷികൾ ആരും ഇല്ലാതെയാണ് ഇവർ നടന്നത്. പിന്നെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം. BJP എന്നൊക്കെ പറഞ്ഞ് വർഗീയ കക്ഷി എന്നൊക്കെ ആൾക്കാർ കേട്ട് അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ മൂർച്ച പോയി. BJP സാധാരണ എല്ലാ പാർട്ടിയും പോലെ ഒരു പാർട്ടി, ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു കോൺഗ്രസ് പാർട്ടി. നമ്മൾ മുസ്ലിം ലീഗിന് മുസ്ലിം കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ ഹിന്ദു കോൺഗ്രസ്സാണ് BJP. അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ജനങ്ങൾ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് മറ്റ് അഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ BJP കൂട്ടിയാനായിട്ട് പഴയ പോലെ മടിയില്ല. ഇത്തവണ എന്ന് വെച്ചാൽ BJPക്കാർ പല പ്രാവശ്യം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ മാറ്റി പരീക്ഷിച്ചു. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, കൃഷ്ണദാസ്, മുരളീധരൻ, സുരേന്ദ്രൻ, ഇവരൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് വന്നു. അവരെയൊക്കെ വെച്ച് പല പരീക്ഷണങ്ങളും നടത്തി, ഒന്നും വിജയിച്ചില്ല. ആകെ വന്നിട്ട് പോയിട്ട് നിയമത്തിൽ രാജഗോപാൽ ജയിച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു മാറ്റം എടുത്തു വെച്ചാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖരന് അധ്യക്ഷ സ്ഥാനത്ത് കൊടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ടീമിനെ കൊടുത്തു. പിന്നെ RSSൻ്റെ വലിയ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വച്ചിട്ട് അവർ ഏതാണ്ട് 10-30 മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. എല്ലാ സ്ഥലത്തും ഒരുപോലെ മത്സരിച്ച് പണവും അധ്വാനവും പാഴാക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഓരോ ജില്ലകളിലും അവർ ജയിക്കാവുന്ന അല്ലെങ്കിൽ നല്ല ഫൈറ്റ് ഉണ്ടാക്കാവുന്ന സീറ്റുകൾ കണ്ടെത്തി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, പിന്നെ സംവരണ മണ്ഡലങ്ങളായിട്ടുള്ള ചിറയൻകീഴ്, ആറ്റിങ്ങൽ, ഇത്ര സ്ഥലത്താണ്. പിന്നെ ഇപ്പോൾ CPM ഒരു സ്ഥാനാർത്ഥി കാലുമാറി വന്നുകൊണ്ട് മറ്റേ വർക്കലയിലും ഒരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. അപ്പം ഇങ്ങനെ ഒരു പിന്നെ പാറശാല, അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ തന്നെ അവർ കൊടുക്കുന്ന എംഫസിസ് വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രാധാന്യം നേമത്തിനും കഴക്കൂട്ടത്തിനുമാണ്. വട്ടിയൂർക്കാവിനും തിരുവനന്തപുരത്തിനും അത് കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഈ എംഫസൈസ് ചെയ്യപ്പെടുന്ന മണ്ഡലം. പിന്നെ കൊല്ലം ജില്ലയിൽ കാട്ടാക്കടയിൽ കഴിഞ്ഞ 2 തവണയായിട്ട് 2ാം സ്ഥാനത്ത് വരികയാണ്. ഇത്തവണ കുറച്ചും കൂടി അനുകൂല സാഹചര്യമുണ്ട്. ആഞ്ഞു പിടിച്ചാൽ കാട്ടാക്കട കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അതിൻ്റെ സ്ട്രാറ്റജി വ്യത്യാസമുണ്ട്. ഈ ചാത്തന്നൂരിൻ്റെ പ്രത്യേകത, ചാത്തന്നൂർ ഇതുപോലെ വലിയ കാടലൊക്കെയുള്ള പ്രചരണമല്ല, ഗ്രൗണ്ട് ലെവലിലാണ്. അവിടെ വേറെ പല ഇക്വേഷൻസുമാണ് വർക്കൗട്ടാക്കാൻ അവർ ശ്രമിക്കുന്നത്. പിന്നെ തിരുവല്ലയിൽ ഒരു ഭാഗത്ത് മാത്യു ടി തോമസ്, മറുഭാഗത്ത് വർഗീസ് മാമൻ, രണ്ടും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അതിന് നടുക്ക് അനൂപ് ആൻ്റണി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൂടെ നിർത്തുകയാണ്. ഈ പയ്യൻ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അവനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു. പുള്ളി അതിന് വേണ്ട സ്പീഡ് വർക്കൊക്കെ ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുള്ളിയുടെ അനവധി ഫ്ലെക്സ് ബോർഡുകൾ, വലിയ സംവിധാനങ്ങൾ ഒരുക്കും. സാക്ഷാൽ നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് പ്രസംഗിക്കും.
അനൂപ് ആൻ്റണിക്ക് വേണ്ടി. അപ്പം ഇങ്ങനെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കും. അതുപോലെ പൂഞ്ഞാറിനേക്കാൾ സാധ്യത പാലായിലാന്ന് പറഞ്ഞു. അത്രയും ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. എറണാകുളം ജില്ലയാണ് തൃപ്പൂണിത്തുറ, അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ, മണലൂർ, പാലക്കാട് ജില്ലയിൽ മലമ്പുഴയും പാലക്കാടും, പിന്നെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് സൗത്ത്, നോർത്ത്, ബേപ്പൂർ, കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ്, മഞ്ചേശ്വരം. അപ്പോൾ ഇത്രയും സീറ്റിലാണ് അവർ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെ ജയിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും നിയമവും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് CPM-കാരടക്കം പറയുന്നത്. CPM-കാർ പറയും. മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചാത്തന്നൂരൊക്കെ ഉദാഹരണത്തിന്, ചാത്തന്നൂരിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ BJPക്ക് നല്ല സാധ്യതയുണ്ട്. തിരുവല്ലയിലും പാലായിലും സ്ഥിതി ഇത് തന്നെയാണ്. പാലായിലും 3 സ്ഥാനാർത്ഥികളും തുല്യ നിലയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഒരു വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഈ അന്യതാ മാണി സി കാപ്പന് കിട്ടുന്ന കുറേ വോട്ടുകൾ നമ്മുടെ ഷോൺ ജോർജ് പിടിക്കും. അപ്പോൾ ഫ്ലൂക്കിൽ ജയിക്കാം എന്നാണ് ജോസ് കെ മാണി വിചാരിച്ചിട്ടുള്ളത്. മാണി സി കാപ്പൻ വിചാരിക്കുന്നത് വെച്ചാൽ ജോസ് മാണിയുടെ വോട്ടായിരിക്കും ഷോൺ ജോർജ് കൂടുതൽ പിടിക്കാം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. രണ്ടുപേരും ഇങ്ങനെ നുണച്ച് നിൽക്കുകയാണ്. പക്ഷേ ഷോൺ ജോർജ് പറയുന്നത് ഒരു പ്രശ്നമില്ല, ഞാൻ തന്നെ ജയിക്കും. വരുന്നത് രണ്ടുപേരും എൻ്റെ പ്രതീക്ഷകൾ നല്ലതാണ്, പക്ഷേ വോട്ട് കൂടുതൽ എനിക്കായിരിക്കും, അപ്പോൾ ഞാൻ ജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റി. പണ്ട് PC തോമസ് മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. PM ഇസ്മായിലായിരുന്നു CPM സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി അയച്ചു. ഏതായാലും മൂവാറ്റുപുഴയിൽ CPM-ന് കിട്ടാവുന്ന വോട്ടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ PC തോമസ് ജോസ് കെ മാണിക്കെതിരെ മത്സരിക്കുമ്പോൾ ന്യായമായിട്ടും ക്രിസ്ത്യൻ വോട്ട് അതുപോലെ നായർ വോട്ട് ഇത് രണ്ടും കുറേ PC തോമസ് പിടിക്കും. അങ്ങനെ മറ്റേല്ലാത്തൊരു ഡിവിഷൻ വരും. അപ്പോൾ ഇസ്മായിൽ ജയിക്കുന്നതാണ്. ഇസ്മായിലും CPM-കാരും കണക്ക് കൂട്ടി. ആദ്യഘട്ടത്തിൽ PC തോമസിന് പ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ PC തോമസിൻ്റെ പോസ്റ്റർ ഒട്ടിക്കലും PC തോമസിൻ്റെ സ്ക്വാഡ് വർക്ക് നടത്താനൊക്കെ CPM കുറച്ച് ആൾക്കാരെ വിട്ടുകൊടുത്തു. ഉണ്ടായ സംഭവമാണ്. പക്ഷേ ഈ വിട്ടുകൊടുത്ത ആൾക്കാർ എന്ന് വെച്ചാൽ അവർ PC തോമസിനാൽ ആകർഷ്ടരായി അദ്ദേഹത്തിനോട് പോയി. നേരെ മറിച്ച് ജോസ് കെ മാണിക്ക് പ്രവർത്തിക്കാൻ പോകുന്നവർ മിക്കവർക്ക് ദിവസം കൂലിക്കാരാണ്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപയും കുപ്പിയും കിട്ടും. അവരെന്ന് വെച്ചാൽ ഈ കാശ് മേടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യും, തിരിച്ചു വരുമ്പോൾ PC തോമസിന് വോട്ട് ചെയ്താൽ പറ്റും, ഞങ്ങൾ കാശ് ഇടാൻ വേണ്ടി പറഞ്ഞാണ് എന്ന് ഇതേ സ്ഥലത്ത് മറുപ്രചരണം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഭയങ്കര കേരള ചരിത്രത്തിലെ ഏറ്റവും വിനോദകരമായൊരു ഇലക്ഷനാണ് അന്ന് മൂവാറ്റുപുഴയിലുണ്ടായത്. PC തോമസിന് പിന്നെ അത് കൊണ്ടുനടക്കാൻ പറ്റിയില്ല. അതാണ് വേറെ കുഴപ്പം. തെരഞ്ഞെടുപ്പ് സെറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരു വിജയമാണ് ഷോൺ ജോർജ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ മഞ്ചേശ്വരമാണ് പിന്നെ BJPക്ക് ജയിക്കാവുന്ന സീറ്റ്, വടക്കൻ കേരളം. പക്ഷേ അതിനേക്കാൾ സാധ്യത കാസർഗോട്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. കാസർഗോട്ട് ഈ UDF LDF തമ്മിൽ ഭയങ്കര മത്സരം. അപ്പോൾ BJPയുടെ വോട്ട് പിടിച്ചാൽ BJPക്ക് ജയിക്കാം. ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ BJP കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയായിട്ട് മാറി. ഒന്നുമില്ലെങ്കിൽ 15% വോട്ടുണ്ടല്ലോ. കേരളത്തിൽ എത്ര പാർട്ടിക്ക് 15% വോട്ടുണ്ട്? CPM-നും ഉണ്ട്, കോൺഗ്രസിനും ഉണ്ട്, ഒരു പക്ഷേ ലീഗിനും ഉണ്ടാവും അല്ലേ? അതിനപ്പുറത്ത് എത്ര പാർട്ടിക്കുണ്ട്? പക്ഷേ 2 പഞ്ചായത്തിൽ മാത്രമുള്ള അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്ക് MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അതെ, കുണ്ട്ര മുതൽ നീണ്ടകര വരെ നീണ്ടകര വരെ നീണ്ടു കിടക്കുന്ന ഒരു മഹാസാമ്രാജ്യത്തിൽ മാത്രമുള്ള RSPക്ക് ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തവണ ഉണ്ടാവും, വീണ്ടും ഉണ്ടാവും വിചാരിക്കുന്നു. 2 MLA-മാരുണ്ടാവുമ്പോൾ ഒരു മന്ത്രി ഉണ്ടാവും, പിന്നെ പാർലമെൻറ്റിൽ പ്രേമേന്ദ്രനുണ്ട്. ഇനി വാളകം മുതൽക്ക് പുലമൺ ജംഗ്ഷൻ വരെ ഉള്ള ഒരു വലിയ സാമ്രാജ്യത്തിൽ മാത്രമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് B. അവർക്ക് എത്രയോ കാലമായിട്ട് MLA ഉണ്ട്, ഇപ്പോൾ മന്ത്രിയുണ്ട്. പക്ഷേ BJPക്ക് 15% വോട്ടുണ്ടായിട്ടും MLA ജയിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോഴും ഉഷ്ണിച്ചുകൊണ്ടിരിക്കുന്നത്, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ BJP അതിൽ കേരളം പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിനുള്ള വർക്ക് വേറെ വരും. ഈ വർക്ക് പോരാ. അത് അമിത്ഷാ നേരിട്ട് വന്നിട്ട് ചെയ്യേണ്ട, ഇവർ വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും ലാഭം എന്ന് വിചാരിച്ചാൽ മതി. അതിനുള്ള പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ. അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബംഗാളിലാണ്. ആസാം അവരുടെ കയ്യിൽ നേരത്തെ ഉള്ളതാണ്. ആസാം നിലനിർത്തുക, ആസാമിൽ കോൺഗ്രസിനെ പരമാവധി ഇല്ലാതാക്കുക, പിന്നെ ബംഗാൾ പിടിച്ചെടുത്ത്
നമ്മുടെ സാർ ഇപ്പോൾ മമതാ അവർ ബാനർജിയെ ബംഗാളിൽ വളരെ ശക്തമായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കരുതിക്കൂട്ടി തന്നെയാണ് അവിടെ അമിത്ഷാ ക്യാമ്പ് ചെയ്യുന്നു, ഒപ്പം തന്നെ കേന്ദ്രസേന ഇറക്കുന്നു. ആൾക്കാരെ പേടിപ്പിച്ച് പോളിംഗ് ബൂത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള മമതയുടെ പതിവ് തന്ത്രം കുറേയൊന്നും വിജയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല അത് ബംഗാളിൽ എന്താണ് സ്ഥിതി? മിക്കവാറും വിജയിച്ചിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ അവധിക്ക് കൽക്കട്ടയിൽ പോയതാണ്. അപ്പോൾ ബംഗാളിൽ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു. അപ്പോൾ അവിടെ യാത്ര ചെയ്യാൻ സാധിച്ചു. അവിടെ കൽക്കട്ടയിൽ ചെന്ന് നമ്മൾ നോക്കി എവിടെ നോക്കിയാലും ഈ മമതാ ബാനർജിയുടെ ചിത്രമാണ്, മമതാ ബാനർജിയുടെ പടം വെച്ച പോസ്റ്ററുകൾ. ഒന്നരവിട്ട ടെലിഫോൺ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒന്നിലും മമതാ ബാനർജി മാത്രം, മറ്റേതിൽ മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജി, എമ്പാട് ചിത്രങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എന്തെന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിതം വളരെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് വെച്ചാൽ പരമദാരിദ്ര്യമാണ്. മനുഷ്യ വലിക്കുന്ന റിക്ഷ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിൽ 1970-71 കാലത്തൊക്കെ എറണാകുളത്തുണ്ട്. ഇപ്പം ഇല്ല. ഇപ്പം ഇല്ല അതല്ല, എത്രയോ കൊല്ലമായിട്ട്. ഇപ്പൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇങ്ങനെ മനുഷ്യ വലിക്കുന്ന റിക്ഷ ഈ നാട്ടിലുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഇവിടുത്തെ സർക്കാർ ബസ് കണ്ടാലും സ്വകാര്യ ബസ് കണ്ടാലും നമുക്ക് പേടിയാവും. അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പ് മുട്ടി ടെറ്റനസ് പിടിച്ച് വരും. അത്രയും ദുർഘടമാണ്. അങ്ങനെ ഒരു പരമദരിദ്രമായ യാതൊരു വികസനവും ഇല്ലാത്ത ഒരു സ്ഥലം. പണ്ട് CPM നടത്തിയിരുന്ന അതേ ഗുണ്ടായിസ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സുകാരെടുത്തു. അവിടെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ഒരുപക്ഷെ BJP വോട്ട് ചെയ്ത് വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഗുണ്ടായിസും പിന്നെ BJPക്കാർ കാണിക്കുന്നുള്ളതാണ്. അതിൽ വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബംഗാൾ നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ബംഗാളിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയൊരു മുന്നേറ്റമാണ് സാർ. ഈ തമിഴ്നാട്ടിലെ ഞാനൊന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ സാർ. ഈ തമിഴ്നാട്ടിൽ AIDMKയുടെ താല്പര്യത്തിനനുസരിച്ച് BJP തങ്ങളുടെ പ്ലാൻസ് മാറ്റി എഴുതിയത്, അതായത് അവരുടെ പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി, അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ AIDMKയുടെ താല്പര്യത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് BJP പോകുന്നത് എത്രത്തോളം ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അത് നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ബിജു ജനതാദളിൻ്റെ B ടീമായിട്ട് ഒഡീഷയിലും അതുപോലെ അസം ഗണപരിഷത്തിൻ്റെ B ടീമായിട്ട് അസമിലും പ്രവർത്തിച്ചല്ലോ. ഏതാണ്ട് അതേ രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ DMK എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പ്രസക്തി ഉണ്ടായിരുന്നു ജയലളിത ഉള്ള സമയത്ത്. ജയലളിത മരിച്ചതിന് ശേഷം എടപ്പാടി രാമസ്വാമി ആയാലും ശരിയാണ്, പന്നീർശെൽവമാണെങ്കിലും ശരിയാണ്, ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ഇവരൊന്നും സ്വന്തം നിലയ്ക്ക് നേതാക്കന്മാരല്ല. 10 വോട്ട് സ്വന്തമായിട്ട് പിടിക്കാൻ പറ്റില്ല. പഴയ DMK അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്ന് നമ്മളിപ്പോൾ അത് കൊണ്ടുനടക്കുന്നു എന്ന് മാത്രമേ. അപ്പോൾ ആ ഒരു പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്യുന്നു വെച്ചാൽ അടുത്ത ഘട്ടത്തിൽ ഈ പാർട്ടി അവർ പൂർണ്ണമായിട്ടും അമ്മാക്കും. അതാണ് അവരുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് അല്ല, DMK നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവർ സഖ്യം ചേർന്നത്. നല്ല കാര്യമായി. BJPക്കാരുടെ ബുദ്ധി എവിടെയാണ്? DMKക്കാരുടെ ബുദ്ധി എവിടെയാണ്? അവർ നമ്മുടെ വിജയമായിട്ട് കൂട്ടുകൂടാനൊരു ശ്രമം നടത്തി നോക്കി, പക്ഷെ വിജയം അടുപ്പിച്ചില്ല. അതെ അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വോട്ടുകൾ, സ്റ്റാലിനെതിരായിട്ടുള്ള വോട്ടുകൾ സ്വാഭാവികമായിട്ടും DMKക്കും ഈ മറ്റവർക്കുമായിട്ട് നമ്മുടെ വിജയൻ്റെ TVKക്കുമായിട്ട് ഭിന്നിക്കും എന്ന് വെച്ചാൽ DMKയും തോക്കും, TVKയും തോൽക്കും, സ്റ്റാലിൻ അധികാരത്തിൽ വരും. ഇതൊന്നും അറിയാത്തവരല്ല BJPക്കാർ. അവർക്കിപ്പോൾ തമിഴ്നാട് വേണ്ട, ഉടനെ വേണ്ട. അവരെ അടുത്ത സ്റ്റേജ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ TVK ഇതോടി അടിയിൽ പോയാൽ അതിൻ്റെ പുറകെ നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഈ സിനിമാ നടന്മാരും രാഷ്ട്രീയത്തിന് തമ്മിലുള്ള കുഴപ്പം ഇവർക്ക് സിനിമയും രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് ഈ കുഴപ്പത്തിൽ ചെന്നിച്ചാണ്. MGR എത്രയോ കൊല്ലം DMK പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാണ്. പുള്ളിക്ക് അറിയാമായിരുന്നു രാഷ്ട്രീയം. പിന്നെ ജയലളിത ആണെങ്കിൽ MGRൻ്റെ കൂടെ നടന്ന് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ട്രിക്കുകളും പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്. ഈ നമ്മുടെ ചിരഞ്ജീവി ഒരു പാർട്ടി ഉണ്ടാക്കി ആന്ധ്രയിൽ. അതെ. അപ്പോൾ എല്ലാവരും വെച്ചു ചിരഞ്ജീവി NTR ആവും. പക്ഷേ ചിരഞ്ജീവി NTR ആയില്ല. ചിരഞ്ജീവിയായിട്ട് കണ്ടിന്യൂ ചെയ്തു. അത്രേ ഉള്ളൂ. ആ പാർട്ടി പൊളിഞ്ഞു പോയി. പ്രജാരാജ്യം എന്ന് പറഞ്ഞിരുന്ന പാർട്ടിയുടെ പേര്. ആ പാർട്ടി പരലോകത്താണ് എത്തിയത്, പ്രജാരാജ്യത്തല്ല. എന്ന് പറഞ്ഞ പോലെ ആണ് ഇപ്പോൾ ഈ വിജയുടെ പാർട്ടി. ഈ പാർട്ടി ഒന്നും ഒരുപാട് കാലം നിൽക്കില്ല. അല്ലെങ്കിൽ പിന്നെ അവർ DMK മൊത്തമായിട്ട് അട്ടിമറിച്ച് ഭരണം പിടിക്കണം. കാരണം വിജയെ പോലൊരാൾക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഹിക്കുമത്ത് മനസ്സിലാവില്ല, അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ അദ്ദേഹത്തിന് കൂട്ടി. പക്ഷേ എന്ന് വെച്ചാൽ ഈ സംഗതി ഭിന്നിക്കും. അപ്പോൾ അവിടെ ഒരു
ശൂന്യത ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തേക്കാണ് BJP ഇടിച്ചു കയറുന്നത്. അപ്പോൾ വിജയുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, പിന്നെ അണ്ണാ DMK ആയിട്ട് നടക്കുന്ന ആൾ, എടപ്പാടിയുടെ കാലശേഷം ഇവർ അതും കൂടി കൈക്കലാക്കും. അതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ള സ്ട്രാറ്റജി. അല്ലാണ്ട് നേരിട്ട് DMK ആയിട്ട് മുട്ടിയാൽ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ TMKയുടെ അല്ലെങ്കിൽ അണ്ണാ DMKയുടെ ഒരു B ടീമായിട്ടോ C ടീമായിട്ടൊക്കെ കൂടിയാൽ മതി. പിന്നെ മറ്റേ വണ്ടിയാർ സമുദായം, മുതലിയാർ സമുദായം ഇതിനൊക്കെ കൂട്ടുപിടിച്ച് ഒരു ലൈനിൽ പിടിച്ച് കയറാനേ പറ്റുള്ളൂ. ഈ പയ്യത്തിന്നാ പനയം തിന്നെന്ന് പറയില്ലേ, അത് നന്നായിട്ട് പഠിച്ചവരാണ് BJPക്കാർ. നമ്മൾ ഈ ഇലക്ഷൻ അല്ല നോക്കുന്നത്. 2026 ഇലക്ഷൻ തമിഴ്നാട്ടിൽ അവർക്ക് ഒരു താല്പര്യമുള്ള കാര്യമല്ല. അവർക്ക് താല്പര്യം 2031 അല്ലെങ്കിൽ 36 ഇലക്ഷൻ. 2036 BJPക്ക് എത്ര സീറ്റ് കിട്ടണം എന്ന് അവർ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് BJP. ഞാൻ പറഞ്ഞ മറ്റു പാർട്ടികളുമായിട്ടുള്ള BJPയുടെ വ്യത്യാസം ഇതാണ്. അങ്ങനെയാണ് BJP ഇന്ന് കാണുന്ന നിലയിലെത്തിയത്. മനസ്സിലായില്ലേ? 1900 ക്ഷമയോടെയും ശാസ്ത്രീയവുമായിട്ടുള്ള രീതി, ക്ഷമാപൂർവവും അതെ ശാസ്ത്രീയവും മറ്റ് എല്ലാ ഘടകങ്ങളെയും കോർത്തിണക്കി അവർക്ക് വിപരീതമായിട്ട് നിൽക്കുന്ന ആളുകളെ കൂടി അനുകൂലമാക്കി എടുത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും പിടിച്ച് കയറി. അങ്ങനെയാണ്. വേറൊരു പാർട്ടിക്ക് ഇന്നത്തെ നിലയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ചെയ്യാൻ പറ്റില്ല. കാരണം കാത്തിരിക്കാനുള്ള സന്നദ്ധത വേണം, പണം വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. അല്ല സാർ, വേറൊരു രസകരമായ കാര്യം, ഈ BJP ഇത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കി ആവിഷ്കരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ, അത് മണ്ണിൽ വേരോട്ടമുള്ള പാർട്ടികൾ പോലും ഇവരിങ്ങനെ ചെയ്യുന്നതിനെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ ഭീതി സൃഷ്ടിക്കുക എന്നുള്ള കുതന്ത്രം പയറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവരുടെ സ്വന്തം പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോയതിനെ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അല്ല, ഈ ബംഗാളിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബംഗാളിൽ എന്തുകൊണ്ടാണ് BJPക്ക് വളരാൻ പറ്റാതെ? അവിടെ CPM വളരെ ശക്തമായിരുന്നുകൊണ്ടാണ്. കോൺഗ്രസിനെ ബദലായിട്ട് CPM ഉണ്ട്. പിന്നെ കോൺഗ്രസ് ഇല്ലാണ്ടായപ്പോൾ ആ സ്ഥലത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് പോകും. അപ്പോൾ ആ വോട്ട് അവിടെ തന്നെയുണ്ട്. CPMനെ പൂർണ്ണമായിട്ടും BJP ആഗിരണം ചെയ്തു. ഇപ്പോൾ CPM ഇല്ല, BJP ഉണ്ട്. മുമ്പ് CPMകാരായിട്ട് നടന്ന ആളുകൾക്ക് ഇപ്പോൾ BJPക്കാരായി. അങ്ങനെയാണ്. അപ്പോൾ CPMനെ റീപ്ലേസ് ചെയ്യണം. പഴയ CPM അവരിപ്പോൾ BJP ആയി. അപ്പോൾ അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ കണ്ടില്ലേ, എത്രയോ സമുന്നതരായ നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ പാർട്ടി മാറി BJPക്കാരായിട്ട് മാറി. ശരിയാണ്. എന്തായാലും കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സമീപ വിജയ ലക്ഷ്യങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളെയാണ് എതിർ രാഷ്ട്രീയ പാർട്ടികൾ വിശകലനം ചെയ്യേണ്ടതും സ്വന്തം പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാകേണ്ടതും. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബംഗാളിലാണെങ്കിലും അവർ നടത്തിയ മുന്നേറ്റം ഒരു കാരണവശാലും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. തമിഴ്നാട്ടിലും ബീഹാർ മോഡൽ അവർ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അസമിലും ഒറീസയിലും ഒക്കെ തന്നെ അവർ നടപ്പിലാക്കിയത് അതേ മാതൃക തന്നെയാണ്. എന്തായാലും BJP ഇന്ത്യ മഹാരാജ്യത്തെ അവരുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിച്ച് ക്ഷമാപൂർവം അത് നടപ്പിലാക്കി വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പാർട്ടി അതാണ് BJP. അവർക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാനും സാധിക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A. ജയശങ്കറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.